ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റ് ആണ്. ഓൾറെഡി നമ്മൾ ഒരു ഫോക്കസ് പോയിന്റ് ഡിസ്കസ് ചെയ്തു, 2.2 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2.10 ആണ്, ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുഴുവനായി കാണുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡയമെൻഷൻ അനാലിസിസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഫിസിക്സിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ 7 ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, 7 ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ 7 ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഡയമെൻഷൻ ഓഫ് ലെങ്ത് ക്യാപിറ്റൽ എൽ ആണ്, ഡയമെൻഷൻ ഓഫ് മാസ് ക്യാപിറ്റൽ എം, ഡയമെൻഷൻ ഓഫ് ടൈം ക്യാപിറ്റൽ ടി, ഡയമെൻഷൻ ഓഫ് ടെമ്പറേച്ചർ ക്യാപിറ്റൽ കെ, ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ക്യാപിറ്റൽ എ, ഡയമെൻഷൻ ഓഫ് ലുമിനസ് ഇൻറ്റൻസിറ്റി സ്മോൾ ലെറ്റർ സി ഡി, ഡയമെൻഷൻ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ സ്മോൾ ലെറ്റർ MOL. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എഴുതുന്നത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ അറിയേണ്ടത് ഡയമെൻഷണൽ ഫോർമുലയാണ്. കുറേ അധികം ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണ്, ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് പഠിച്ചു വെക്കുക. കുറേ അധികം ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡയമെൻഷണൽ ഫോർമുല കുറേ അധികം ക്വാണ്ടിറ്റീസിൻ്റെ പഠിക്കാൻ പറ്റും. ഞാൻ ആ രീതിയിലാണ് നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ലെങ്ത്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഇതിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. അതുപോലെ സ്പീഡ്, വെലോസിറ്റി, ഇത് രണ്ടിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. LT⁻⁻1 ആണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇതിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. LT⁻2 ആണ്. അതുപോലെ മൊമെൻറ്റം, ഇമ്പൾസ്, ഇത് രണ്ടിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. MLT⁻1 ആണ് ഡയമെൻഷണൽ ഫോർമുല. ഫോഴ്സ്, ത്രസ്റ്റ്, വെയ്റ്റ്, എനർജി ഗ്രേഡിയൻറ്റ്, ഇതിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല MLT⁻2 ആണ്. അതുപോലെ വർക്ക്, എനർജി, ടോർക്ക്, ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ML²T⁻2 ആണ്. പ്രഷർ, സ്ട്രെസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, എന്ന് പറയുമ്പോൾ ബൾക്ക് മോഡുലസ് ഉണ്ട്, ഷിയർ മോഡുലസ് ഉണ്ട്, യങ്സ് മോഡുലസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. ML⁻⁻1T⁻2. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ആംഗുലർ മൊമെൻറ്റം, ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. ML²T⁻1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെക്കുക. സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. MT⁻2 ആണ്. അതുപോലെ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ഫോർമുല T⁻1 ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 30ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ ഫോർമുല പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? വിത്തിൻ സെക്കൻഡ് 30 എണ്ണത്തിൻ്റെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം. കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ ഒരേ ഡയമെൻഷണൽ ഫോർമുല ഉള്ള ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ദ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി എന്നൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡയമെൻഷണൽ ഫോർമുലയിൽ ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും പവർ നോക്കുക. ലെങ്ത്തിൻ്റെ പവർ 1 ആണ്. അതുകൊണ്ട് നമ്മൾ എഴുതും ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? 1 in ലെങ്ത്. ടൈമിൻ്റെത് -1 ആണ്. സോ -1 in ടൈം. അതുകൊണ്ട് ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത് 1 in ലെങ്ത് ആൻഡ് -1 in ടൈം. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എടുക്കുക, അതിൻ്റെ ഓരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെയും പവർ നോക്കിയാൽ മതി. ആ പവറാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. മാസിൻ്റെ പവർ 1 ആണ്, ലെങ്ത്തിൻ്റെ പവർ 1 ആണ്, ടൈമിൻ്റെ പവർ -1 ആണ്. സോ ദ ഡയമെൻഷൻസ് ഓഫ് മൊമെൻറ്റം ഈസ് 1 in മാസ്, 1 in ലെങ്ത് ആൻഡ് -1 in ടൈം എന്ന് എഴുതുക. മനസ്സിലായോ? അതുപോലെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് എന്താണെന്ന് ചോദിച്ചാലോ, വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് ഇതാണ്, ML² T⁻2.
ഇത് ഡയമെൻഷണൽ ഫോർമുലയാണ്. ഓക്കെ, വാട്ട് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് ml²T⁻⁻1 എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവറാണ്. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ മൊത്തത്തിലാണ് എന്തെന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ക്വാണ്ടിറ്റീസ് വിത്തൗട്ട് ഡയമെൻഷൻസ്. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ്, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും: m⁻⁴, l⁻⁴, t⁻⁴. ഓക്കെ, ഇങ്ങനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവർ 0, 0, 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ അതെന്താണ്? ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി, ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഓക്കെ, അതൊക്കെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി, മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ്, ഇതൊക്കെ എന്താണ്? ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുറേ ക്വാണ്ടിറ്റീസ് തരും, അതിനകത്ത് ഏതൊക്കെയാണ് ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് എന്ന് ചോദിക്കാം, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ? അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ക്വാണ്ടിറ്റീസ് വിത്തൗട്ട് ഡയമെൻഷൻസ് ആൻഡ് ഹാവിംഗ് യൂണിറ്റ്. അതായത് ഡയമെൻഷൻ ഇല്ലാത്തതും യൂണിറ്റ് ഉള്ളതുമായിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? ഓക്കെ, ഡയമെൻഷൻ ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്, പക്ഷെ അതിന് യൂണിറ്റ് ഉണ്ട്. ഏതാണ്? ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഡയമെൻഷൻ ലെസ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ m0, l0, t0 ആണ്. ഡയമെൻഷൻ ലെസ് ആണ്, പക്ഷെ അതിന് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്, RAD. മനസ്സിലായില്ലേ? ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവും. മനസ്സിലായി? എക്സാമ്പിൾ ഏതാണ്? ആംഗിൾ. അതിന് ഡയമെൻഷൻ ഇല്ല, പക്ഷേ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, യൂണിറ്റ് ഉള്ള എല്ലാ ക്വാണ്ടിറ്റിക്കും ഡയമെൻഷനും ഉണ്ടാവും. ഇനി നമുക്ക് ഡയമെൻഷൻ അനാലിസിസും അതിൻ്റെ അപ്ലിക്കേഷനും എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, എ ഫിസിക്കൽ ഇക്വേഷൻ വിൽ ബി ഡയമെൻഷനലി കറക്റ്റ് if the dimensions of all terms occurring on both sides are the same. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ, ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ, ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും, അതായത് LHSലും RHSലും ഉള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. മനസ്സിലായില്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? അത് പൂർണ്ണമായും അല്ലെങ്കിൽ ഫിസിക്കലി അത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഇക്വേഷൻ തരുന്നു: y = a + b + cd - ef / p + q. ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇവിടെ എത്ര ടേമുകൾ ഉണ്ടെന്ന് നോക്കാം. LHSൽ ഒരു ടേമാണുള്ളത്, RHSൽ 1, 2, 3, 4 4 ടേമുകളുണ്ട്. ശരിയല്ലേ? ഇനി ഇത് ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എങ്കിൽ നമുക്ക് പറയാം, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, LHSലും RHSലും ഉള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് y = ഡയമെൻഷൻ ഓഫ് a = ഡയമെൻഷൻ ഓഫ് b = ഡയമെൻഷൻ ഓഫ് cd = ഡയമെൻഷൻ ഓഫ് EF / P + Q. മനസ്സിലായില്ലേ? ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് നോക്കൂ. y = a + b + cd - എന്നാണുള്ളത്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വാണ്ടിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയുള്ള ടേമുകളുടെ എല്ലാം ഡയമെൻഷൻസ് എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്: we can compare the physical quantity, add the physical quantity and subtract the physical quantity if they have the same dimension. എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും ആ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഡിവിഷൻ്റെ കേസിലും ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ സെയിം ആവണമെന്ന് നിർബന്ധം ഇല്ല. മനസ്സിലായോ? ദാറ്റ് ഈസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ
the dimensions need not be the same. Okay, so these are very important points. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ്റെ നാലാമത്തെ ടേം നോക്കൂ, ഇ എഫ് ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ. അവിടെ പി പ്ലസ് ക്യൂ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ഇതാണ്, ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ഡയമെൻഷൻ ഓഫ് ക്യൂ. കാരണം ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മനസ്സിലായില്ലേ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ ഡിവൈഡഡ് ബൈ സി. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഇങ്ങനെ എഴുതണമെങ്കിൽ വൈയുടെ ഡയമെൻഷനും അതേപോലെ തന്നെ എ പ്ലസ് ബി ഡിവൈഡ് ബൈ സിയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. കാരണം ഇവിടെ എൽ എച്ച് എസിലും ഒരു ടേമാണ് ഉള്ളത്, ആർ എച്ച് എസിലും ഒരു ടേമാണ് ഉള്ളത്. രണ്ടിൻ്റെയും ഡയമെൻഷൻ എന്താണ്? സെയിം ആയിരിക്കണം. ശരിയല്ലേ? കമ്പാരിസൺ ആണ് വരുന്നത്. ഓക്കെ, കൂടാതെ നമുക്ക് എന്ത് എഴുതാം? ഈ ഇക്വേഷൻ്റെ ആർ എച്ച് എസിൽ ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്നത് എ പ്ലസ് ബി എന്നാണ്. എ പ്ലസ് ബി എന്ന് എഴുതിയതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? എയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും സെയിം ആണ്. ഓക്കെ, കൂടാതെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ? സി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സി ഇൻറ്റു വൈ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതണമെങ്കിൽ സി വൈയുടെ ഡയമെൻഷനും അതേപോലെ തന്നെ എ പ്ലസ് ബിയുടെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. എങ്ങനെ? സി വൈയുടെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു വാട്ട്? ദ ഡയമെൻഷൻ ഓഫ് ബി. കാരണം എ പ്ലസ് ബി എന്ന് എഴുതിയതുകൊണ്ട് എയുടെയും ബിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. അതെന്തിനും ഈക്വൽ ആയിരിക്കണം? ഡയമെൻഷൻ ഓഫ് സി വൈക്ക് ഈക്വൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? 3 അപ്ലിക്കേഷൻസാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ അപ്ലിക്കേഷൻ ഇതാണ്, ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. നിങ്ങൾക്കൊരു ഇക്വേഷൻ തരും, ആ ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, രണ്ടാമത്തത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് 10at സ്ക്വയർ. മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. വി എന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്, എ ആക്സലറേഷൻ ആണ്, എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആൻഡ് ടി ഈസ് ദ ടൈം ടേക്കൺ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുകയാണ്, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് ചെക്ക് ചെയ്യാനുള്ള ഐഡിയ നമുക്കറിയാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്താൽ മതി. എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഉള്ള ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ സെയിം ആണെങ്കിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ എന്താണ്? കറക്റ്റ് ആണ്. നമുക്കറിയാം വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. സോ വി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എൽ ടി റേസ് ടു -1 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു യു സ്ക്വയറിൻ്റെ സ്ഥാനത്ത് അതും വെലോസിറ്റി ആയതുകൊണ്ട് എൽ ടി റേസ് ടു -1 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, മനസ്സിലായത്? അത് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് അവിടെ ഡയമെൻഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ എയുടെ ഡയമെൻഷൻ എന്താണ്? ആക്സലറേഷൻ ആണ്. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -2 എന്ന് എഴുതാം. എസ് ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് എൽ എന്ന് എഴുതാം. ഇതിനെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? എൽ ടി റേസ് ടു -1 ഓൾ സ്ക്വയറിനെ മാറ്റി എഴുതിയാൽ എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടും. അടുത്ത ടേം എന്താണ്? എൽ ടി റേസ് ടു -1 ഓൾ സ്ക്വയർ ആണ്. അഗെയിൻ വി ഗെറ്റ് എൽ സ്ക്വയർ ടി റേസ് ടു -2 പ്ലസ് അടുത്തത് എൽ ഇൻറ്റു എൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എൽ സ്ക്വയർ ആണ് ഇൻറ്റു ടി റേസ് ടു -2. നിങ്ങൾ നോക്കൂ, എൽ എച്ച് എസിലും ആർ എച്ച് എസിലും എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ എന്താണ്? സെയിം അല്ലേ? സോ വി ക്യാൻ റൈറ്റ് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ദെർഫോർ ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് 10at സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യാം. എൽ എച്ച് എസിൽ ഒരു ടേമാണ് ഉള്ളത്, ആർ എച്ച് എസിലാണെങ്കിൽ 2 ടേമുകളുണ്ട്. എൽ എച്ച് എസിൽ വരുന്ന ഒരു ടേം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. ആർ എച്ച് എസിൽ വരുന്ന ഫസ്റ്റ് ടേം യു ടി ആണ്. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. ടി എന്ന് പറയുന്നത് ടൈം ആണ്. സോ ദ ഡയമെൻഷൻ ഈസ് ടി, ക്യാപിറ്റൽ ടി. 10 എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാം. ദെൻ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 ആണ് ഇൻറ്റു ടി സ്ക്വയർ, ദറ്റ് ഈസ് ക്യാപിറ്റൽ ടി സ്ക്വയർ വരും. മനസ്സിലായില്ലേ? ഇനി ഒന്നുകൂടി മാറ്റി എഴുതിയാൽ എൽ ഈസ് ഈക്വൽ ടു ടി റേസ് ടു -1 ഇൻറ്റു ടി എത്രയാണ് വരിക? ടി റേസ് ടു 0 ആണ്. സോ ഇറ്റ് ഈസ് എൽ ടി റേസ് ടു 0 എന്ന് വരും. പ്ലസ് എൽ ഇൻറ്റു ടി റേസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി റേസ് ടു 0 ആണ്. സോ എൽ ടി റേസ് ടു 0 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൽ എന്ന് വരും. ശരിയല്ലേ?
എന്ന് പറഞ്ഞാൽ എൽ എച്ച് എസിലും ആർ എച്ച് എസിലുള്ള എല്ലാ ടേമുകളും എന്താണ്, സെയിം ഡയമെൻഷൻ ആണ്. സോ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് എഴുതാം. Therefore the given equation is dimensionally correct. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒന്നാമത്തെ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് ആൻഡ് ഓൾസോ ഫിസിക്കലി എന്താണ്, കറക്റ്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. പക്ഷേ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് 10at സ്ക്വയർ ആണോ ശരിയായ ഇക്വേഷൻ? അല്ല, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്, പക്ഷേ ഫിസിക്കലി എന്തല്ല, കറക്റ്റ് ഇക്വേഷൻ അല്ല. മനസ്സിലായില്ലേ? അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എല്ലായ്പ്പോഴും ഫിസിക്കലി കറക്റ്റ് ആവണം നിർബന്ധം ഇല്ല. പക്ഷേ ഡയമെൻഷനലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നിർബന്ധമായും ഒരു റോങ് ഇക്വേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി എ കറക്റ്റ് ഇക്വേഷൻ, ബട്ട് ഡയമെൻഷനലി ഇൻകൺസിസ്റ്റൻ്റ് ഇക്വേഷൻ മസ്റ്റ് ബി റോങ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇത് എക്സാമിന് ചോദിച്ചാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ് റിലേറ്റ്സ് മൂവിംഗ് മാസ് m to the rest mass m0 of a particle in terms of its speed v and the speed of light c. This relation first arose as a consequence of special theory of relativity due to Albert Einstein. A boy recalls the relation almost correctly but forgets where to put the constant c. He writes the equation as m is equal to m0 divided by root of 1 minus v square. Guess where to put the missing c. അതായത് ഐൻസ്റ്റീൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, അത് ഓർമ്മിച്ചെടുത്ത് എഴുതുന്നു. അയാൾ എഴുതിയ ഇക്വേഷൻ ഇതാണ്. അവിടെ എന്ത് വിട്ടുപോയിട്ടുണ്ട്, സി എന്ന ടേം വിട്ടുപോയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അത് എവിടെയാണ് കറക്റ്റായിട്ട് വരേണ്ടത് എന്നാണ് ചോദ്യം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, എം ഈസ് ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം നമുക്ക് എന്ത് എഴുതാം? According to principle of homogeneity of dimensions, dimension of m is equal to dimension of m0 divided by root of 1 minus v square എന്നായിരിക്കണം. ശരിയല്ലേ? പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ നോക്കൂ. ഇക്വേഷൻ്റെ ആർ എച്ച് എസിൽ ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന ടേം എന്താണ്? 1 മൈനസ് വി സ്ക്വയർ ആണ്. ശരിയല്ലേ? 1 മൈനസ് വി സ്ക്വയർ എന്ന് പറയുന്നത് ശരിയാണോ? നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണോ? 1 എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, വി സ്ക്വയർ എന്ന് പറയുന്നത് ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റിയാണ്. രണ്ടിനും ഡയമെൻഷൻ ഡിഫറൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് റോങ്. ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, 1 എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, വി സ്ക്വയർ എന്ന് പറയുന്നത് അതിനെന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. എന്താ ഡയമെൻഷൻ? എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ശരിയല്ലേ? അതാണ് ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ശരിയായിട്ട് എഴുതണമെങ്കിൽ എന്ത് സംഭവിക്കണം? 1 മൈനസ് വി സ്ക്വയർ എന്ന് പറയുന്ന ആ ടേം എന്ത് ചെയ്യണം? ഡയമെൻഷൻ ലെസ് ആവണം അല്ലേ? ഡയമെൻഷൻ ലെസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? വി സ്ക്വയറിനെ നിങ്ങൾ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അവിടെ വരേണ്ട ഇക്വേഷൻ എന്താണ്? 1 മൈനസ് വി സ്ക്വയർ അല്ല വരേണ്ടത്, 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ വരേണ്ടത്? സി സ്ക്വയർ എന്ന് വരണം. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്തായി മാറി? ഡയമെൻഷൻ ലെസ് ആയി മാറി. ഓക്കെ, സോ ദ കറക്റ്റ് ഇക്വേഷൻ ഈസ് m ഈസ് ഈക്വൽ ടു m0 divided by 1 minus v square divided by c square. Okay, so this is very important question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The SI unit of energy is joule, that is equal to kilogram meter square second raised to -2. That of speed v is meter per second and that of acceleration a is meter per second square. Which of the formula for kinetic energy given below can you rule out on the basis of dimensional arguments? M stands for mass of the body. ഇവിടെ തന്നിരിക്കുന്നത് കൈനറ്റിക് എനർജിയുടെ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഏതൊക്കെ ഇക്വേഷനാണ് നിങ്ങൾക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റുക എന്നാണ് ചോദ്യം. ഓക്കെ, ഏതൊക്കെ ഇക്വേഷനാണ് തെറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. K ഈസ് ഈക്വൽ ടു m സ്ക്വയർ വി ക്യൂബ്. LHSൽ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യുക. എന്താണ്? ml സ്ക്വയർ ടി റേസ് ടു -2. RHSൽ മാസിൻ്റെത് ക്യാപിറ്റൽ M സ്ക്വയർ എന്ന് എഴുതാം. വെലോസിറ്റി എൽ ടി റേസ് ടു -1 ഓൾ ക്യൂബ് എന്ന് കൊടുക്കാം. ഇതിനെ മാറ്റി എഴുതിയാൽ കിട്ടുന്നത് എന്താണ്? ml സ്ക്വയർ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു m സ്ക്വയർ ഇൻറ്റു എൽ ടി റേസ് ടു -1 ഓൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എൽ ക്യൂബ് ടി റേസ് ടു -3 അല്ലേ? നിങ്ങൾ LHSും RHSും കമ്പയർ ചെയ്ത് നോക്കുക, രണ്ടും ഈക്വൽ അല്ല. സോ ദാറ്റ് ഈസ് റോങ്. ശരിയല്ലേ? അതുപോലെ അടുത്ത ഇക്വേഷൻ എടുക്കുക.
പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അവിടെ 1/2 എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. മാസിൻ്റെത് ക്യാപിറ്റൽ എം, വെലോസിറ്റിയുടേത് എൽ ടി റേസ് ടു -1, അതിൻ്റെ സ്ക്വയർ അപ്ലൈ ചെയ്യാം. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ടി റേസ് ടു -2. എൽ എച്ച് എസും ആർ എച്ച് എസും എന്താണ്? ഈക്വൽ ആണ്. സോ ദാറ്റ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് അല്ലേ? അടുത്തത് എന്താണ്? കെ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്താൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടും. മാസിൻ്റെത് ക്യാപിറ്റൽ എം, ആക്സലറേഷൻ എൽ ടി റേസ് ടു -2. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് എൽ എച്ച് എസും ആർ എച്ച് എസും എന്തല്ല? ഈക്വൽ അല്ല. സോ ദാറ്റ് ഈസ് ഡയമെൻഷനലി റോങ് അല്ലേ? അടുത്തത് എന്താണ്? കെ ഈസ് ഈക്വൽ ടു 3/16 എം വി സ്ക്വയർ ആണ്. ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യൂ. എന്താ കിട്ടുക? കെയുടെ സ്ഥാനത്ത് കൈനറ്റിക് എനർജിയുടേത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2. 3/16 എന്നത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. മാസിൻ്റെത് ക്യാപിറ്റൽ എം, വെലോസിറ്റി എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ. പിന്നെ മാറ്റി എഴുതിയാൽ കിട്ടുന്നതാണ് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ എൽ സ്ക്വയർ ടി റേസ് ടു -2. എൽ എച്ച് എസും ആർ എച്ച് എസും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അതുകൊണ്ട് ഇത് ഡയമെൻഷനിൽ എന്താണ്? കറക്റ്റ് ആണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് എം എ എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യുക. കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഹാഫ് എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് ഒഴിവാക്കാം. മാസിൻ്റെത് എം വരും, വെലോസിറ്റി എൽ ടി റേസ് ടു -1 സ്ക്വയർ വരും. പ്ലസ് അടുത്തത് എം എ, അവിടെ മാസ് ക്യാപിറ്റൽ എം, ആക്സലറേഷന് എൽ ടി റേസ് ടു -2 എന്ന് കൊടുക്കാം. പിന്നെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2 പ്ലസ് എം എൽ ടി റേസ് ടു -2. ഇവിടെ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ സെയിം ആണോ? അല്ല. സോ എൽ എച്ച് എസ് ഇസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്താണ്? തെറ്റാണ്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഡയമെൻഷൻ അനാലിസിസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് അല്ലേ? ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതൊക്കെയാണ്? കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഡയമെൻഷനലി കറക്റ്റ് ആണ്. അതുപോലെ കെ ഈസ് ഈക്വൽ ടു 3/16 എം വി സ്ക്വയർ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ, ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ആപ്ലിക്കേഷനിലേക്ക് പോവാം. റിഡ്യൂസിങ് ദ റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിംഗ് എ ബോബ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിംഗ് that oscillate under the action of the force of gravity. Suppose that the period of oscillation of the simple pendulum depends on its length L, mass of the bob m, acceleration due to gravity g. Derive the expression for its time period using the method of dimensions. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, ഇത് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഞാൻ പറയാം, കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ആണ്. ഓക്കെ, ആ ടൈം പീരീഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കൂ. ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു, മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. So we can write time period t proportional to the length of the string, mass of the bob and acceleration due to gravity. അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പവർ ആയിട്ട് എ ബി സി എന്ന് എഴുതുക. ലെങ്ത്തിൻ്റെ പവർ എ, മാസിൻ്റെ പവർ ബി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പവർ സി. ഈ രീതിയിൽ എഴുതുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമുക്ക് ടി ഈസ് ഈക്വൽ ടു കെ, അതായത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എൽ റേസ് ടു എ, എം റേസ് ടു ബി, ജി റേസ് ടു സി എന്ന് എഴുതാം. വി ക്യാൻ ടേക്ക് ഇറ്റ് എസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡയമെൻഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ്, അതുകൊണ്ട് അതിന് ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലെങ്ത്തിന് ഡയമെൻഷൻ എൽ ആണ്. സോ എൽ റേസ് ടു എ, മാസിൻ്റെത് ക്യാപിറ്റൽ എം, സോ എം റേസ് ടു ബി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടേത് എൽ ടി റേസ് ടു -2 ആണ്. ദാറ്റ് ഓൾ റേസ് ടു സി എന്ന് എഴുതാം. ശരിയല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ നമുക്കിങ്ങനെ കിട്ടും. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു എൽ റേസ് ടു എ, എം റേസ് ടു ബി, എൽ ടി റേസ് ടു -2 ഓൾ റേസ് ടു സി ആണ്. അതിനെ മാറ്റി എഴുതിയാൽ എൽ റേസ് ടു സി, ടി റേസ് ടു -2c എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ, വീണ്ടും ഇതിനെ മാറ്റി എഴുതാം. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു എൽ റേസ് ടു എ ഇൻറ്റു എൽ റേസ് ടു സി. അത് നമുക്ക് എങ്ങനെ എഴുതാം? എൽ റേസ് ടു എ പ്ലസ് സി എന്ന് എഴുതാം. ബേസ് സെയിം ആയതുകൊണ്ട് പവർ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ എൽ റേസ് ടു എ പ്ലസ് സി എന്ന് എഴുതാം. ആൻഡ് എം റേസ് ടു ബി, ദെൻ ടി റേസ് ടു -2c. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ്റെ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും വരുന്ന സിമിലർ ടേമുകളുടെ, അതായത് സിമിലർ ക്വാണ്ടിറ്റികളുടെ പവർ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് സിമിലർ ടേംസ് ഓൺ ഐദർ സൈഡ്സ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലെങ്ത്തിൻ്റെ പവർ നോക്കൂ, എ പ്ലസ് സി ആണ്. ഓക്കെ, എൽ എച്ച് എസിൽ ലെങ്ത് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിനെ മാറ്റി എഴുതാൻ നമുക്ക് എ ഈസ് ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി മാസിൻ്റെ പവർ എത്രയാണ് വരുന്നത്? മാസിൻ്റെ പവർ വരുന്നത് ബി ആണ്. എൽ എച്ച് എസിൽ മാസ് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ബി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബി എത്രയാണ്? 0 ആണ്. അതിനുശേഷം ടൈമിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുക. ടൈമിൻ്റെ പവർ എത്ര വരുന്നത്? -2c ആണ് വരുന്നത്. എൽ എച്ച് എസിൽ വരുന്നത് എത്രയാണ്? 1 ആണ്. സോ -2c ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. സോ സി ഈസ് ഈക്വൽ ടു -1/2. ശരിയല്ലേ? ഈ സിയുടെ വാല്യൂ നേരത്തെ കിട്ടിയ എയുടെ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ കിട്ടുക? എ ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് +1/2. ശരിയല്ലേ? ഈ കിട്ടിയ വാല്യൂസ് നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു എ. എൽ റേസ് ടു എ മീൻസ് എൽ റേസ് ടു 1/2. എം റേസ് ടു ബി, ബിയുടെ സ്ഥാനത്ത് 0 കൊടുത്താൽ എം റേസ് ടു 0 എന്ന് കിട്ടും. ജി റേസ് ടു സി, സിയുടെ സ്ഥാനത്ത് -1/2 കൊടുത്താൽ ജി റേസ് ടു -1/2 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു കെ എൽ റേസ് ടു 1/2 എം റേസ് ടു 0 ജി റേസ് ടു -1/2. ശരിയല്ലേ? ഇതിനെ വീണ്ടും മാറ്റി എഴുതിയ കിട്ടുന്നത് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ജി റേസ് ടു 1/2. അല്ലേ? ജി റേസ് ടു -1/2 എന്ന് പറയുന്നത് 1/g റേസ് ടു 1/2 ആണ്. ശരിയല്ലേ? ഇതിനെ വീണ്ടും മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? കെ ഇൻറ്റു എൽ ബൈ ജി ഓൾ റേസ് ടു 1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. മനസ്സിലായില്ലേ? അവിടെ കെയുടെ വാല്യൂ എക്സാക്ട്ലി 2π ആണ്. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് 2π ഇൻറ്റു റൂട്ട് എൽ ബൈ ജി. ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കുറേ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോഡി ഓഫ് മാസ് എം മൂവിങ് with a speed v along a circle of radius r. Reduce the equation for centripetal force by using the method of dimensional analysis. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ബോഡിയുടെ മാസ് എം ആണെന്ന് തന്നിട്ടുണ്ട്, സ്പീഡ് വി ആണ്, റേഡിയസ് ആർ ആണ്. കണ്ടുപിടിക്കേണ്ടത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് പ്രൊപ്പോർഷണൽ ടു മാസ് എം വെലോസിറ്റി വി റേഡിയസ് ആർ എന്ന് എഴുതാം. ഡിപ്പെൻഡൻസ് അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ പവറായിട്ട് എ ബി സി എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയാൽ എഫ് ഈസ് ഈക്വൽ ടു കെ എം റേസ് ടു എ വി റേസ് ടു ബി ആർ റേസ് ടു സി എന്ന് കിട്ടും. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യുക. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ ടി റേസ് ടു -2 ആണ്. ഓക്കെ, കെ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ ഒഴിവാക്കാം. ദെൻ എം റേസ് ടു എ എന്ന് എഴുതാം. അതുപോലെ വെലോസിറ്റിയുടെ സ്ഥാനത്ത് എൽ ടി റേസ് ടു -1 ഓൾ റേസ് ടു ബി എന്ന് കൊടുക്കാം. റേഡിയസിൻ്റെ സ്ഥാനത്ത് എൽ റേസ് ടു സി എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിനെ വീണ്ടും മാറ്റി എഴുതിയാൽ എം എൽ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു എം റേസ് ടു എ എൽ റേസ് ടു ബി ടി റേസ് ടു -b ആൻഡ് എൽ റേസ് ടു സി എന്ന് എഴുതാം. ഇതിനെ വീണ്ടും മാറ്റി എഴുതിയാൽ എം എൽ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു എം റേസ് ടു എ ഇൻറ്റു എൽ റേസ് ടു ബി ഇൻറ്റു എൽ റേസ് ടു സി എന്ന് പറയുമ്പോൾ ബേസ് സെയിം ആയതുകൊണ്ട് പവർ ആഡ് ചെയ്യാം. സോ എൽ റേസ് ടു ബി പ്ലസ് സി ഇൻറ്റു ടി റേസ് ടു -b. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? എൽ എച്ച് എസിലും ആർ എച്ച് എസിലുള്ള സിമിലർ ക്വാണ്ടിറ്റികളുടെ പവേഴ്സ് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. മാസിൻ്റെ പവർ എത്രയാണ്? എ ആണ്. ആർ എച്ച് എസിൻ്റെ മാസിൻ്റെ പവർ 1 ആണ്. സോ എ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതുപോലെ ലെങ്ത്തിൻ്റെ പവർ ബി പ്ലസ് സി, എൽ എച്ച് എസിൽ വരുന്നത് 1 ആണ്. സോ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി ടൈമിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആർ എച്ച് എസിൽ -b ആണ്, എൽ എച്ച് എസിൽ -2 ആണ്. സോ -b ഈസ് ഈക്വൽ ടു -2. അപ്പോൾ ബി ഈസ് ഈക്വൽ 2 എന്ന് കിട്ടും. അത് നമ്മൾ നേരത്തെ ഉള്ള ഇക്വേഷനിൽ കൊടുക്കുക. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1. അവിടെ ബിയുടെ സ്ഥാനത്ത് 2 കൊടുത്താൽ 2 പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ സി ഈസ് ഈക്വൽ ടു 1 - 2 ഈക്വൽ ടു -1. ശരിയല്ലേ? ഈ കിട്ടിയ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നേരത്തെയുള്ള ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എഫ് ഈസ് ഈക്വൽ ടു കെ എം റേസ് ടു എയുടെ സ്ഥാനത്ത് 1 കൊടുക്കാം, വി റേസ് ടു ബിയുടെ സ്ഥാനത്ത് 2 കൊടുക്കാം, ആർ റേസ് ടു സിയുടെ സ്ഥാനത്ത് -1 കൊടുക്കാം. ഇനി ഒന്നുകൂടി മാറ്റി എഴുതി എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു കെ എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്ലിക്കേഷൻ ഇതാണ്: കൺവേർഷൻ ഓഫ് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് 2 സിസ്റ്റം തന്നിട്ടുണ്ട്. ഒന്ന് സിസ്റ്റം 1ഉം അതേപോലെ സിസ്റ്റം 2. ഓക്കെ, 2 സിസ്റ്റം ഓഫ് യൂണിറ്റുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ,
ഒന്നാമത്തെ സിസ്റ്റത്തിലുള്ള ന്യൂമറിക്കൽ വാല്യൂ n1 ആണ്, രണ്ടാമത്തതിൽ n2 ആണ്, ഒന്നാമത്തിലുള്ള യൂണിറ്റ് u1 ആണ്. ആൻഡ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് m1 റേസ് ടു a, l1 റേസ് ടു b ആൻഡ് t1 റേസ് ടു c. അതുപോലെ രണ്ടാമത്തെ സിസ്റ്റത്തിലുള്ള യൂണിറ്റ് u2 ഈസ് ഈക്വൽ ടു m2 റേസ് ടു a, l2 റേസ് ടു b, t2 റേസ് ടു c എന്ന് എടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ് മാറിയാലും ക്വാണ്ടിറ്റി റിമെയിൻസ് ദ സെയിം. അതുകൊണ്ട് q ഈസ് ഈക്വൽ ടു സെയിം ആണ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്ത ക്വാണ്ടിറ്റി എന്താണ്, സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് q ഈസ് ഈക്വൽ ടു n1 u1 ഈക്വൽ ടു n2 u2. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 4 മീറ്റർ എന്ന് പറയുന്നതും 400 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതും സെയിം ആണ്. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരം 4 മീറ്റർ ആണ്. അത് തന്നെയാണ് 400 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് n1 u1 ഈക്വൽ ടു n2 u2. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് n2 ഈസ് ഈക്വൽ ടു n1 u1 ഡിവൈഡ് ബൈ u2. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് n2 ഈസ് ഈക്വൽ ടു n1 ഇൻറ്റു m1 റേസ് ടു a, l1 റേസ് ടു b, t1 റേസ് ടു c ഓൾ ഡിവൈഡഡ് ബൈ m2 റേസ് ടു a, l2 റേസ് ടു b, t2 റേസ് ടു c. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂണിറ്റിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ. ന്യൂട്ടൺ ഡൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഇവിടെയുള്ള കേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ന്യൂട്ടൺ ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ആൻഡ് ഡൈൻ ഈസ് ദ CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് ആണ് ഡൈൻ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇവിടെ ചെയ്യുന്ന ഐഡിയ ഇതാണ്. ആദ്യം ഞാൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. ഫോഴ്സ് ഈക്വൽ ടു m ഇൻറ്റു a ആണ്. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് അതിൻ്റെ യൂണിറ്റ് എഴുതുക. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? മാസിൻ്റെത് കിലോഗ്രാം ആണ്, ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഈക്വൽ ആണ്. ശരിയല്ലേ? ഇനി നമുക്ക് ഇതിനെ മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതണം? 1 ഇൻറ്റു കിലോഗ്രാമിന് എന്തിലേക്ക് മാറ്റണം? ഗ്രാമിലേക്ക്. നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10⁻³ ഗ്രാം ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 10⁻² സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ്. SIയിലും CGSയിലും സെയിം ആണ് ടൈമിൻ്റെത്. അതുകൊണ്ട് ആദ്യം ഞാൻ കിലോഗ്രാമിനെ മാറ്റുവാണെങ്കിൽ 1 ഇൻറ്റു 10⁻³ ഗ്രാം ഇൻറ്റു മീറ്ററിനെ മാറ്റുമ്പോൾ 10⁻² സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു 10⁻² 10⁻5 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ 10⁻5 ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഡൈൻ. ഓക്കെ, സോ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ 10⁻5 ഡൈൻ എന്ന് കിട്ടും. ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് 1 ജൂൾ ടു എർഗ്. ജൂളിനെ എർഗിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം ആദ്യം എന്താ ചെയ്യേണ്ടത്? ജൂളും എർഗും ഏതിൻ്റെ യൂണിറ്റ് ആണെന്ന് നോക്കണം. നമുക്കറിയാം ജൂൾ ഈസ് ദ SI യൂണിറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എനർജി. അതുപോലെ എർഗ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എനർജിയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എടുക്കുക. നമുക്കറിയാം വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല mL² T⁻² ആണ്. അതിനെ യൂണിറ്റിലേക്ക് മാറ്റുക. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ലെങ്ത്തിൻ്റെത് മീറ്റർ, സോ മീറ്റർ സ്ക്വയർ, ടൈമിൻ്റെത് സെക്കൻഡ്, സെക്കൻഡ്⁻². ഇങ്ങനെ യൂണിറ്റ് കിട്ടി. ശരിയല്ലേ? ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? CGS യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. സോ 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സെക്കൻഡ്⁻²നെ ഞാൻ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെ നമുക്ക് എന്ത് ചെയ്യണം? CGS യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പം 1 ഇൻറ്റു കിലോഗ്രാമിന് പകരം ഗ്രാം എന്ത് വരും? 10⁻³ ഗ്രാം. മീറ്ററിന് പകരം സെൻറ്റിമീറ്റർ. എങ്ങനെ? 10⁻² സെൻറ്റിമീറ്റർ. അതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഓൾ സ്ക്വയർ, ഡിവൈഡ് ബൈ സെക്കൻഡ്. എന്ത് തന്നെ? സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് തന്നെ. സോ സെക്കൻഡ് സ്ക്വയർ. അതിനെ മാറ്റി എഴുതിയാൽ കിട്ടുന്നത് 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻³ ഗ്രാം ഇൻറ്റു 10⁻² സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻4 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻7 ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് ഈസ് 10⁻7 എർഗ്. അതായത് 1 ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ്. അല്ലെങ്കിൽ 1 എർഗ് ഈസ് ഈക്വൽ 10⁻7 ജൂളാണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ? സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇത് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻²നെ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻²ലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻²നെ മാറ്റി എഴുതുന്നത് എങ്ങനെ? 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതുന്നു. ഇനി ഇതിനെ മാറ്റി എഴുതാം. എങ്ങനെ? 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 10⁻³ ഗ്രാം, മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻² സെൻറ്റിമീറ്റർ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? ഇതിനെ വീണ്ടും മാറ്റി എഴുതി എന്താ കിട്ടുക? 10⁻³ ഇൻറ്റു
എന്ത് വരും? 10⁻², 10⁴ സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ 10⁻7 ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 1 മീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് ലൈറ്റ് ഇയർ. ഓക്കെ, മീറ്ററിനെ ലൈറ്റ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ. അല്ലേ, ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ദറ്റ് ഈസ് 3 × 10⁸. ഇവിടെ ടൈം 1 ഇയർ ആണ്, 365 ഡേയ്സ്. ഓക്കെ, ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 അവർ ആണ്. 1 അവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ കിട്ടുന്നത് എന്താണ്? 3 × 10⁸ ഇൻറ്റു 365 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60. ഇത് മാറ്റി എഴുതിയാൽ കിട്ടുക 9.46 × 10⁻15 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 മീറ്റർ എത്ര ലൈറ്റ് ഇയർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 × 10⁻15 മീറ്റർ ആണ്. Therefore 1 meter is equal to 1 divided by 9.46 into 10⁻15 light year എന്ന് കിട്ടും. That is approximately equal to 1 divided by 9.46 approximately 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10 into 10⁻15 എന്ന് കിട്ടും. That is 1 by 10⁻16, that is 10⁻−16 light year. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ കിലോമീറ്റർ പെർ അവർ സ്ക്വയർ ആക്കി മാറ്റാനാണ്. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 3 മീറ്റർ (10⁻²നെ 3 മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതുന്നു. ഓക്കെ, ദാറ്റ് ഈസ് 3 ഇൻറ്റു മീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്ററിലേക്ക് മാറ്റണം. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ കിലോമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ സെക്കൻഡിനെ അവറിലേക്ക് മാറ്റണം. നമുക്കറിയാം 1 അവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 × 60 സെക്കൻഡ് ആണ്. ശരിയല്ലേ? അതായത് 3600 സെക്കൻഡ്. അങ്ങനെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/3600 അവറാണ്. ശരിയല്ലേ? അത് നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 divided by 3600 അവർ. ഓക്കെ, അതിൻ്റെ എന്ത് വേണം? സ്ക്വയർ വേണം. സെക്കൻഡ് സ്ക്വയറിനെ അവർ സ്ക്വയറിലേക്ക് മാറ്റണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 3.9 × 10⁻4 കിലോമീറ്റർ (അവർ⁻²) എന്നാണ്. മനസ്സിലായല്ലോ? സോ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3.9 × 10⁻4 കിലോമീറ്റർ (അവർ⁻²). ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ജിയുടെ വാല്യൂ ആണ്, ക്യാപിറ്റൽ ജി, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം (2) എന്ന് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റേണ്ടത് എന്തിലേക്കാണ്? സെൻറ്റിമീറ്റർ ക്യൂബ് (2) ഗ്രാം (1) CGS മാറ്റേണ്ടത്. ആദ്യം ഞാൻ എന്താ ചെയ്യുന്നറിയോ? ആദ്യം ഞാൻ ചെയ്യുന്നത് ന്യൂട്ടനെ മാറ്റി എഴുതുന്നു. നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ദറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ 6.67 × 10⁻11 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ കിലോഗ്രാം (2)നെ ഡിവൈഡ് ബൈ കിലോഗ്രാം സ്ക്വയർ എന്ന് എഴുതുന്നു. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? ജി ഈസ് ഈക്വൽ ടു 6.67 × 10⁻11 മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ് വരും, ഡിവൈഡ് ബൈ കിലോഗ്രാമും ഒരു കിലോഗ്രാമും ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു കിലോഗ്രാം എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 × 10⁻11. മീറ്ററിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നു. ദാറ്റ് ഇസ് 10⁻² സെൻറ്റിമീറ്റർ ഹോൾ ക്യൂബ് എടുക്കുന്നു, ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാമിനെ ഞാൻ ഗ്രാമിലേക്ക് മാറ്റുന്നു. ദാറ്റ് ഇസ് 10⁻³ ഗ്രാം. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? ജി ഈസ് ഈക്വൽ ടു 6.6 × 10⁻11 ഇൻറ്റു 10⁻6 അല്ലേ? 10⁻² ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻6 സെൻറ്റിമീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ 10⁻³ സെക്കൻഡ് സ്ക്വയർ ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 6.67 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 10⁻−8 ആണ്, ഇൻറ്റു സെൻറ്റിമീറ്റർ ക്യൂബ് (2) ഗ്രാം (1). സോ 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കിലോഗ്രാം സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 6.67 × 10⁻8 സെൻറ്റിമീറ്റർ ക്യൂബ് (2) ഗ്രാം (1) ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കലോറി ഈസ് എ യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി and it is equal to 4.2 joule, where 1 joule is equal to 1 kilogram meter square (2). Suppose we employ a system of units in which the unit of mass equals alpha kilogram, unit of length equals beta meter, and unit of time is gamma second. Show that a calorie has a magnitude 4.2 alpha raised to -1 beta raised to -2 gamma square in terms of the new units. അതായത് നിങ്ങളോട് പറയുന്നത്
കലോറിയെ ഒരു പുതിയ യൂണിറ്റിലേക്ക് മാറ്റാനാണ്. ആ പുതിയ യൂണിറ്റിൽ എന്താണ്, കിലോഗ്രാമിന് പകരം ആൽഫ കിലോഗ്രാം ആണ്, ലെങ്ത്ത് ബീറ്റ മീറ്ററിലാണ്, ടൈം ഗാമ സെക്കൻഡിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കലോറിയുടെ മാഗ്നിറ്റ്യൂഡ് ഇത്രയുമാണെന്ന് പ്രൂവ് ചെയ്യണം. ഏതിൽ? പുതിയ യൂണിറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 1 കലോറി എത്രയാണ്? 4.2 ജൂളാണ്. ദാറ്റ് ഈസ് 4.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? ഇനി പുതിയ യൂണിറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ആൽഫ കിലോഗ്രാം ആണ്. ലെങ്ത്ത് മീറ്റർ ഡാഷ് എം ഡാഷ് ഈസ് ഈക്വൽ ടു ബീറ്റ മീറ്റർ ആണ്. അതുപോലെ ടൈം എസ് ഡാഷ് ഈക്വൽ ടു ഗാമ സെക്കൻഡ് ആണ്. ഇങ്ങനെയായിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുതിയ സിസ്റ്റത്തിൽ ഒരു കലോറി എന്ന് പറയുന്നത് എന്തായിരിക്കണം? N2 ഇൻറ്റു അതിൻ്റെ അകത്തുള്ള ന്യൂമറിക്കൽ വാല്യൂ N2 ഇൻറ്റു എന്തെഴുതാം? ആൽഫ കിലോഗ്രാം ബീറ്റ മീറ്റർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ സെക്കൻഡ് ഹോൾ സ്ക്വയർ. കാരണം കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ എന്നല്ലേ, അവിടെ കിലോഗ്രാമിന് പകരം എന്ത് കൊടുക്കണം? ആൽഫ കിലോഗ്രാം, മീറ്ററിന് പകരം ബീറ്റ മീറ്റർ ഹോൾ സ്ക്വയർ, ടൈമിന് ഗാമ സെക്കൻഡ് ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ്, സിസ്റ്റം ഓഫ് യൂണിറ്റ് മാറിയാലും ക്വാണ്ടിറ്റി റിമെയിൻസ് ദ സെയിം. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു N1 U1 ഈക്വൽ ടു N2 U2 എന്ന് എഴുതാം അല്ലേ? അതായത് N1 U1 എന്ന് പറയുമ്പോൾ 4.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു N2 U2 എന്ന് പറയുമ്പോൾ N2 ഇൻറ്റു ആൽഫ കിലോഗ്രാം ബീറ്റ സ്ക്വയർ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇവിടെയുള്ള കേസിൽ കിലോഗ്രാം കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നത് N2 ഈസ് ഈക്വൽ ടു 4.2 ഗാമ സ്ക്വയർ ആൽഫ റേസ് ടു -1 ബീറ്റ റേസ് ടു -2. ശരിയല്ലേ? ദാറ്റ് ഈസ് N2 ഈസ് ഈക്വൽ ടു 4.2 ആൽഫ റേസ് ടു -1 ബീറ്റ റേസ് ടു -2 ഗാമ സ്ക്വയർ. മനസ്സിലായോ? ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറേ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്, മനസ്സിലാക്കി വെക്കുക. ഇത് ഡയമെൻഷൻ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ദ മെത്തേഡ് ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് കെ. അതായത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റിനെ പറ്റിയിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും ഈ മെത്തേഡിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. 2, ഇറ്റ് ഫെയിൽസ് വെൻ ദ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 3ൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് സാധ്യമല്ല. മൂന്നാമത്തെ പോയിന്റ്: ഇറ്റ് ഫെയിൽസ് വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് ദ സം ഓർ ഡിഫറൻസ് ഓഫ് 2 or more ക്വാണ്ടിറ്റീസ്. 2 or അതിലധികമോ ക്വാണ്ടിറ്റികളുടെ സം അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, അല്ലെങ്കിൽ V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ ഇറ്റ് ഫെയിൽസ് ടു ഡിറൈവ് റിലേഷൻഷിപ്സ് വിച്ച് ഇൻവോൾവ് ട്രിഗ്നോമെട്രിക്, ലോഗരിതമിക് ഓർ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്, ഇതൊക്കെ വരുന്ന റിലേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, y ഈസ് ഈക്വൽ ടു A സൈൻ KX മൈനസ് ഒമേഗ ടി, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു A e റേസ് ടു മൈനസ് KX. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇതാണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഫുൾ മാർക്ക് കിട്ടും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.